എല്ലാ മെട്രോ ന്യൂസ് ചാനൽ പ്രേക്ഷകർക്കും ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പെരുമ്പാവൂർ നഗരസഭ 12ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി നൌഷാദ് KB ആണ്. സർ, നമ്മുടെ ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പൊ ഓൾറെഡി കൗൺസിലർ ആണ്, ഇപ്പൊ വീണ്ടും മത്സര രംഗത്തേക്ക് വന്നേക്കാണ്. പക്ഷെ ഇത്തവണ നൌഷാദ് Kയുടെ വാർഡ് മാറിയിട്ട് വേറെ വാർഡിലാണ് മത്സരിക്കുന്നത്. അതെന്താണ് സ്വന്തം വാർഡിൽ നിൽക്കേണ്ടത് മറ്റൊരു വാർഡ് മാറി മത്സരിക്കാനുള്ള ഒരു കാരണം എന്താണ്? കഴിഞ്ഞ 5 വർഷം പോലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ താമസിക്കുന്നത് 13ാം വാർഡിലായിരുന്നു. ഞാൻ മത്സരിച്ചത് അന്നത്തെ 12ാം വാർഡിലായിരുന്നു. ഇപ്പോൾ ആ വാർഡ് സ്ത്രീ സമര വാർഡായതുകൊണ്ട് എനിക്കവിടെ മത്സരിക്കാൻ കഴിയുകയില്ല. എൻ്റെ പാർട്ടി നേതൃത്വം എൻ്റെ ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് ചേർന്നുള്ള 12ാം വാർഡിലേക്ക് എന്നെ മത്സരിക്കാൻ നിയോഗിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണ നൌഷാദ് മത്സരിച്ചപ്പോൾ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇത്തവണ എന്തുകൊണ്ടാണ് ചിഹ്നം മാറി മത്സരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ CPM പെരുമ്പാവൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ ഞാൻ പാർട്ടിയുടെ സാധാരണ അംഗമാണ്. സാധാരണ അംഗമാണെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് വിലക്കൊന്നുമില്ല. തൊട്ടടുത്ത 14ാം വാർഡിലും 13ാം വാർഡിലും 10ാം വാർഡിലുമെല്ലാം LDFൻ്റെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവരുടെ ചിഹ്നം കൂടെയാണ്. അപ്പോൾ ചിഹ്നങ്ങളിൽ വൈരുദ്ധ്യം വേണ്ട എന്നുള്ള പാർട്ടിയുടെ നിലപാട് കണ്ടുകൊണ്ടാണ് ഞാൻ കുട ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഈ പാർട്ടി ചിഹ്നം മാറിയിട്ട് ഈ കുട തെരഞ്ഞെടുത്ത് മത്സരിക്കുന്നത് പാർട്ടിയോടുള്ള ഒരു വിരോധം കൊണ്ടാണെന്നുള്ള രീതിയിലുള്ള കുപ്രചാരണങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് മത്സരിക്കാൻ സീറ്റ് എന്നത് CPM നേതൃത്വമാണ്. ഞാൻ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ചില ആളുകൾക്ക് ഭയമുണ്ട്. ചില ആളുകൾ അരിവാൾ ചുറ്റിക്ക് കുത്താൻ മടി കാണിക്കും, ഇവർ കുടച്ചിലും ചെയ്യുമെന്നുള്ള ഒരു പേടി അവർക്കുണ്ട്. ചിഹ്നം ഇതിൽ പ്രാധാന്യമില്ല. സ്ഥാനാർത്ഥി ഏതാണ്, മുന്നണി ഏതാണ് പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾക്കാണ് ഞാൻ കുടച്ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് ഭയമുള്ളത്. ചിഹ്നത്തിനല്ല പ്രാധാന്യം അല്ലേ, നമ്മുടെ പ്രവർത്തനങ്ങൾക്കാണ് അല്ലേ? ഇപ്പം 5 വർഷം വാർഡിൽ ചെയ്ത ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലെടുത്ത് പറയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ 5 വർഷം മുമ്പ് 2020 പെരുമ്പാവൂർ നഗരസഭയിൽ ഞങ്ങൾ കൗൺസിൽ അധികാരം എടുക്കുമ്പോൾ കൊറോണ എന്ന മാരക രോഗം ലോകത്തെ ആകെ കീഴടക്കിയ സമയമായിരുന്നു. ഏതാണ്ട് ഒരു വർഷം കൗൺസിൽ കൂടി തന്നെ ഓൺലൈൻ വഴിയായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് കൊറോണ ബാധിച്ച ഒരുപാട് ആളുകൾ എൻ്റെ വാർഡിലുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ എത്തിക്കുക, മരുന്നെത്തിക്കുക, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. അതിനുശേഷം മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടുകൾ വളരെ കുറവായിരുന്നു. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ കിട്ടുന്നതിനേക്കാളൊക്കെ വളരെ കുറച്ച് ഫണ്ടാണ് മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് തന്നിരുന്നത്. ആ ഫണ്ടുകളെല്ലാം ഒരു പൈസ പോലും ലാപ്സാവാതെ കൃത്യമായി വിനിയോഗിച്ച് വാർഡിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അർഹരായ എല്ലാവർക്കും വാർഷിക പെൻഷൻ മേടിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തി. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. കുട്ടികൾക്കെല്ലാം കൊറോണ കാലത്ത് എല്ലാ കുട്ടികൾക്കും ഞാൻ ഫോൺ ആവശ്യമുള്ളവർക്ക് മറ്റുള്ള സഹായത്തോടെ ടെലിഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. കൂടാതെ എല്ലാ വർഷവും വിദ്യാർത്ഥികളെ +2 SLC വരുന്ന വിദ്യാർത്ഥികളെ ആദരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള പദ്ധതികൾ, അവിടെ ഗ്രീൻ ഗാർഡൻ ലൈൻ റോഡ് എന്ന ഒരു റോഡ് ഈ 12ാം വാർഡിൽ ഉണ്ട്. ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഏറ്റവും മോശപ്പെട്ട റോഡാണ്. ആ റോഡിന് 2024 പെരുമ്പാവൂർ മുനിസിപ്പൽ ബഡ്ജറ്റിൽ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് അത് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും അത് നടക്കുകയുണ്ടായില്ല. MLAയുടെ ഫണ്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കൈവശം തള്ളിപ്പോയി. വീണ്ടും MLA ഫണ്ട് തരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആ പ്രതീക്ഷയെ മാനിച്ചുകൊണ്ട് തന്നെ 5 ലക്ഷം രൂപ ഈ 2025 ഫണ്ടിൽ നിന്നും അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് ജനുവരി മാസം അതിൻ്റെ പണി തുടങ്ങും. പിന്നെ 6 ലക്ഷം രൂപ വേറെ റോഡിൻ്റെ വികസനത്തിന് കിട്ടിയിട്ടുണ്ട്, അതും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ജനുവരി കഴിഞ്ഞാലാണ് എൻ്റെ വാർഡിൽ മാത്രമല്ല എല്ലാ വാർഡിലും നടക്കുകയുള്ളൂ. പരമാവധി ആളുകൾക്ക് ഗുണപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കത്തൊക്കെ വേണമെങ്കിൽ ഞാനുകൾ എൻ്റെ വീട്ടിലേക്ക് വരുത്താതെ അവരുടെ അടുത്ത് തന്നെ ഇത് ചെന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വാർഡിലേക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, വാർഡ് ജനങ്ങളെല്ലാം എന്നിൽ സംതൃപ്തരാണെന്നുള്ള വിശ്വാസം എനിക്ക് അവരുടെ പെരുമാറ്റം കൊണ്ട് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ കടന്നു വരുവാനുള്ളൊരു പ്രചോദനം, അതുപോലെ വിദ്യാഭ്യാസ രംഗം മുതലേ ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമാണോ? സ്കൂൾ പ്രവർത്തന കാലഘട്ടങ്ങളെല്ലാം വലിയ രാഷ്ട്രീയപ്രതി ഉണ്ടായില്ലെങ്കിലും ക്ലാസ്സിൽ ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കാറുണ്ട്, ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം 2 വർഷത്തെ അറബി അധ്യാപക കോഴ്സിന് പോയി. അവിടെ വച്ചാണ് സാമൂഹിക പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരു സംഘടനാ പ്രവർത്തനം ഒരു പരിശീലനം കിട്ടിയത്. പിന്നെ ഞാൻ ഇടത്തല അല്ലമ്മിൻ കോളേജിൽ പഠിക്കുകയും
ആ സമയത്ത് അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുകയും മാഗസിൻ സബ് എഡിറ്ററും അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായി ഞാൻ അന്ന് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വീണ്ടും വരുന്നത്. പെരുമ്പാവൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ പെരുമ്പാവൂരിലെ സാംസ്കാരിക രംഗങ്ങളിലും മറ്റുള്ള കലാരംഗങ്ങളിലും ഞാൻ പ്രവർത്തിച്ച് എനിക്ക് പരിചയമുണ്ട്. അവരായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളും മനസ്സിൽ ആളുകളെ സഹായിക്കുക, ആളുകൾക്ക് എൻ്റെ ഉപകാരം ചെയ്യുക എന്നുള്ളത് എനിക്ക് സംതൃപ്തിയുള്ള കാര്യമാണ്. എനിക്ക് അവിടെ കച്ചവടമായിരുന്നു. ആ സമയത്ത് ഞാൻ ജനങ്ങളുടെ കാര്യങ്ങളിൽ വളരെയധികം ഉദാരമായിരുന്ന സമയം സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വിജയത്തിൻ്റെ മെയിൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസ രംഗം മുതൽ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നു എന്ന് പറഞ്ഞില്ല. വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 2 വർഷക്കാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അറബി അധ്യാപന കോഴ്സ് മൂവാറ്റിൽ പഠിച്ചു, പാസ്സായി. ശേഷം ഇടത്തിൽ അല്ലമീൻകോളിൽ പഠിച്ചു. അന്നാണ് ഞാൻ യൂണിവേഴ്സിറ്റി കൗൺസിലർ ആകുന്നത്. പിന്നീട് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി പഠിച്ചത് BA ഹിസ്റ്ററി ഞാൻ പഠിച്ച് പൂർത്തിയാക്കി. പിന്നീട് പഞ്ചായത്ത് മെമ്പർമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും മുനിസിപ്പൽ കൗൺസിലർമാർക്കെല്ലാം കൂടി ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയും കിലയും ഡിജിറ്റൽ സർവകലാശാലയും കൂടി ഒരു കോഴ്സ് നടത്തിയിരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് 4 പേരാണ് അതിൽ പങ്കെടുത്ത് പഠിച്ച് പാസ്സായത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസം. ഇപ്പം വാർഡിലേക്കയുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് എൻ്റെ വാർഡിൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാമെന്ന് വളരെ കോൺഫിഡൻസോടുകൂടി പറയാൻ കാരണം. ഇനിയും ഇപ്പം നിൽക്കുന്ന വാർഡിൽ 12ാം വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം? 12ാം വാർഡിലെ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് 1-ാം മൈൽ ഹൗസിംഗ് കോളനി. അവിടെ കിണറുകളില്ലാത്തതിനാൽ വെള്ളത്തിന് ചില സമയങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പണിമുടക്കൊക്കെ ഒരുപാട് ബാധിക്കാറുണ്ട്. ഹൗസിംഗ് കോളനി പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് കുഴൽക്കിണർ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള കിണർ സ്ഥാപിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടി രൂപപ്പെടുത്തണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഫണ്ടിൻ്റെ അപര്യാപ്തം മൂലം ഇപ്പോൾ റോഡുകളും ഇപ്പോൾ മോശപ്പെട്ട അവസ്ഥയുണ്ട്. ഇത് അവിടുത്തെ കൗൺസിലർ കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല. ആ റോഡുകളുടെ പുനരുദ്ധാരണമാണ് ഒരു ലക്ഷ്യം. അതുപോലെ വീട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി സർക്കാരിൻ്റെ ഭവനത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. പെൻഷൻ കിട്ടാത്ത അർഹത ആളുകളെ കണ്ടെത്തുകയും അവർക്കുള്ള പെൻഷൻ മേടിച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയം. അപ്പം ഇപ്പം ചിഹ്നം മാറി മത്സരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും കുപ്രചാരണങ്ങളും എല്ലാം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇത് എപ്പോഴെങ്കിലും ഇക്കയുടെ പ്രവർത്തനങ്ങളെ തളർത്തിയോ ഈ ഒരു ആരോപണങ്ങളൊക്കെ? ചിഹ്നം മാറി മത്സരിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഈ വാർഡുകളിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. ഈ 82ാം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 82ാം ബൂത്താണ് ഈ വാർഡിൻ്റെ ഭൂരിപക്ഷം വരും. ഞാൻ അവിടുത്തെ സെക്രട്ടറിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു, കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചു. അതുകൊണ്ട് ആളുകളെ എനിക്ക് നേരിട്ടറിയാം. എന്നെ അറിയുന്ന ആളുകളാണ് ആ വാർഡിൽ ഭൂരിപക്ഷവും. ഞാൻ അറിയാത്ത ആളുകൾ കുറച്ചുള്ള അവരെന്നെ അറിയും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. എൻ്റെ ആരോപണമൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ആരുമായിട്ടൊരു വഴക്കിനോ ഒരു കേസ് കൊടുക്കാനോ എനിക്കൊരു കൊടുക്കാനോ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. ഇപ്പം എങ്ങനെ വിജയപ്രതീക്ഷ ഉണ്ടോ ഈ ഒരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം 10 വർഷം മുമ്പ് നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ സീറ്റിൽ പരിഗണിച്ചതാണ്. എനിക്ക് എനിക്ക് 100% വിജയപ്രതീക്ഷയുള്ള ഒരു വാർഡാണത്. ഏതാണ്ട് 636 വോട്ടർമാരാണ് ഉള്ളത്. ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഒരു 510 പേരുകൾ വോട്ട് ചെയ്യാൻ വരില്ല. എന്തായാലും 100% വിജയം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഞാൻ മത്സരിക്കുന്ന ചിഹ്നം മഴയത്തും വെയിലത്തും സംരക്ഷണം നൽകുന്ന കുട എന്ന പൊന്നടയാളമാണ്. കുട എന്ന പൊന്നടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. ആരോപണങ്ങളൊന്നും തന്നെ തളർത്തുന്നതല്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നൗഷാദിക പറയുന്നത്. 100% വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. ഏതായാലും ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിൽ ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പെരുമ്പാവൂർ നഗരസഭ 12ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നൗഷാദ് കീബയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലുണ്ടായിരുന്നത്. എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.